അസീം മുനീറിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം അതാണ്. ആരാണ് ഈ അസീം മുനീർ എന്ന് നിങ്ങൾക്കറിയാമോ? അസീം മുനീർ പാകിസ്ഥാന്റെ സൈനിക മേധാവിയാണ്. 2022 മുതൽ ആർമി ചീഫായി അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ഒന്നാകെ ചർച്ച ചെയ്യുന്നൊരു വിഷയം നമ്മളൊക്കെ ചർച്ച ചെയ്യുകയാണ്. അസീം മുനീർ തടവിലാക്കപ്പെട്ടോ? അസീം മുനീറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയോ? അദ്ദേഹം എവിടെയാണ്? ആർക്കും ഒരു പിടിയും ഇല്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ചോദ്യം ചോദിക്കുകയാണ്. അസീം മുനീർ നടത്തിയ പ്രസ്താവനകൾ ഒരർത്ഥത്തിൽ ഭീകരവാദികൾക്ക് ഇതിനോടകം തന്നെ തുണയായിരുന്നു എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഈ അസീം മുനീർ ഒരു തികഞ്ഞ തീവ്രവാദിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം നേരത്തെ ഈ റാവൽപിണ്ടിയിലെ ചില സ്കൂളുകളിലാണ് പഠിച്ചത്. അവിടെ തന്നെ ഈ ആക്രമണത്തിന് വിധേയമായ മർക്കസ മദ്രസ, അവിടെയാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് തന്നെ. മതപരമായ പഠനം തലയ്ക്ക് പിടിച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം ജപ്പാനിലൊക്കെ പോയി ധാരാളം ബിരുദങ്ങളൊക്കെ സമ്പാദിച്ചൊക്കെയാണ് തിരിച്ചു വന്നത്. പക്ഷേ അപ്പോഴും ഈ അടിസ്ഥാന വിദ്യാഭ്യാസം, അതായത് ഫണ്ടമെന്റലിസത്തിന്റെ, വർഗീയതയുടെ വിഷവിത്തുകൾ രൂഢമൂലമായിരുന്ന ഒരു മനസ്സാണ് ഇദ്ദേഹത്തിൻ്റെത്. പിന്നീട് ISIയിൽ അദ്ദേഹം വർക്ക് ചെയ്തു. അതിന് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എത്രത്തോളം അദ്ദേഹം ഒരു തീവ്രവാദിയായി മാറും എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ അദ്ദേഹം അവിടുത്തെ സിവിലിയൻ ഭരണത്തിനെ അട്ടിമറിക്കുന്നതിന് പ്രധാനമായും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാനിലെ സിവിലിയൻ സർക്കാരിനെ അട്ടിമറിക്കുന്നതിനും അവർക്കെതിരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനും, അത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ രാജ്യത്ത് പൊതുവെ മിലിറ്ററി ഒരു കാരണവശാൽ അല്ലെങ്കിൽ സൈന്യം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറില്ല, അവിടെ അഭിപ്രായം പറയാറില്ല, അവർക്കതിന് സാധ്യമല്ല. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ തെഹ്രീക്കെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇമ്രാൻഖാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിനും അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തവരെ വിചാരണ ചെയ്യുന്നതിനും അതുപോലെ തന്നെ സൈനിക കോടതിയിൽ, സിവിലിയൻ കോടതിയിൽ വിചാരണ ചെയ്യുന്നതിന് പകരമായി സൈനിക കോടതിയിൽ വിചാരണ കൊണ്ടുപോയതും, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഇദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സൈന്യത്തിന്റെ മേധാവിയായി തുടരുമ്പോൾ തന്നെ അദ്ദേഹം പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വളരെയധികം കൈ കടത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. ഈ അസീം മുനീറാണ് ആദ്യമേ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. നമുക്കറിയാം, ഈ തീവ്രവാദ ആക്രമണം നടക്കുന്ന 22-ന് മുമ്പായി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽ, ഏപ്രിൽ 22-നാണല്ലോ തീവ്രവാദ ആക്രമണം പകൽകൂട്ട് നടക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ജഗുലാർ വെയിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഖണ്ഡനാളത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വെയിൻ ഉണ്ടല്ലോ, അതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതില്ലാതെ പറ്റില്ല. മാത്രമല്ല, അദ്ദേഹം 2 നേഷൻ തിയറി, പഴയ, അതായത് പാകിസ്ഥാനും ഇന്ത്യയും ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്നും ഈ ജമ്മു ആൻഡ് കാശ്മീർ അതിന്റെ അവിഭാജ്യ ഘടകമാണെന്നും 2 നേഷൻ തിയറി അനുസരിച്ച് ഒരിക്കലും അത് ഇന്ത്യയുടെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി പ്രസ്താവനകൾ നടത്തിയ ഒരാളാണ് ഈ അസീം മുനീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ പല തരത്തിൽ പല കോണുകളിൽ വിമർശനം ഉണ്ടായി വന്നിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പല തീവ്രവാദികൾക്കും പ്രേരണയായി മാറിയതായി ഇന്ത്യ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ പകൽകൂട്ടിലെ ആക്രമണം ഉണ്ടാകുന്നത്. മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അതിഭീകരമായിട്ടുള്ള പ്രസ്താവനകളാണ്. തങ്ങൾ തിരിച്ചടിക്കും, അണവായുധം ഉപയോഗിക്കും, 24 മണിക്കൂറിനകം ഇന്ത്യയെ നിലംപരിശാക്കും, ഇങ്ങോട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ കടുത്ത ഭാഷയിലായിരിക്കും തിരിച്ചടി, ധാരാളം വീൺവാക്കുകൾ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ അസീം മുനീർ. ഈ അസീം മുനീറിന്റെ നിലപാടുകൾ പാകിസ്ഥാനെ ഇന്ന് കാണുന്ന തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഉണ്ടായ ഈ വിള്ളൽ, ഈ പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷം, അതിന് ആക്കം കൂട്ടുകയാണ് ചെയ്തത് എന്ന് പാകിസ്ഥാനിൽ പോലും വിലയിരുത്തുന്നു എന്നുള്ളതാണ് ശരി. ഇന്ത്യക്കെതിരെ ഗീർവാണങ്ങൾ മുഴക്കിയ ഈ അസീം മുനീർ ഇന്ത്യയുടെ ആക്രമണത്തെ ഭയന്ന് ഏത് മാളത്തിലാണ് ഒളിച്ചത് എന്ന് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ്. അദ്ദേഹം തടവിലാക്കപ്പെട്ടു എന്ന് ചില വൃത്തങ്ങൾ പറയുന്നു. അതല്ല, അദ്ദേഹത്തിന്റെ പിൻഗാമി, അദ്ദേഹത്തിന്റെ തൊട്ടു താഴെയുള്ള ഭരണത്തിലുള്ള അതേ സൈന്യത്തിലുള്ള ആൾ തന്നെ അദ്ദേഹത്തെ അട്ടിമറിച്ച് ഭരണത്തിൽ വരാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട്. പാകിസ്ഥാൻ ആർമിയിലുള്ള അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട്, അതായത് അസീം മുനീറിനെ പുറത്താക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. പൊതുവെ ഈ അസീം മുനീർ എന്ന് പറയുന്നത് സ്വീകാര്യനായ ഒരു വ്യക്തിയല്ല പാകിസ്ഥാനിൽ ഇപ്പോൾ. അതിന്റെ കാരണം ഈ പറഞ്ഞതൊക്കെയാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് ധാരാളം അതൃപ്തി ഉണ്ടായിരിക്കുന്നു.
അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹം ഇമ്രാൻഖാനെതിരെയൊക്കെ എടുത്ത നിലപാടുകൾ നിയമപരമായിട്ടല്ലാതെ തന്നെ, അതുപോലെ തന്നെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇടപെടുന്നത്, ഇങ്ങനെ ഒട്ടേറെ വിമർശനങ്ങൾ, മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം മെച്ചപ്പെടുത്തുകയും തീവ്രവാദികളെ നിരാകരിക്കുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനും ബദലായി അദ്ദേഹം തീവ്രവാദികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളാകുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും അത് ഇന്ന് കാണുന്ന തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കലാശിച്ചതിൽ ഇദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് അവിടെയുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് തന്നെ ഈ അസീം മുനീറിനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് നീക്കുവാൻ പാകിസ്ഥാനിൽ ആഭ്യന്തരമായി സമ്മർദ്ദം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഇദ്ദേഹത്തിന്റെ ഈ സൈന്യത്തിന്റെ ഈ നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്നും അദ്ദേഹം തടങ്കലിലാണെന്നും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇതിലേതാണ് ശരി എന്നുള്ള വാർത്ത നമുക്കിപ്പോഴും അറിയില്ല. അത് പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പഴയതുപോലുള്ള പ്രസ്താവനകളോ ഗീർവാണങ്ങളോ ഒന്നും അദ്ദേഹത്തിൽ നിന്ന് വരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അത്ര വലിയൊരവസ്ഥയിൽ അദ്ദേഹത്തിന്റെ നില പരുങ്ങലിലായിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ സിന്ദൂർ 2ഉം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിവേരറുക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. തീവ്രവാദത്തിന്റെ കൂടാരമായിരുന്ന പാകിസ്ഥാന്റെ തീവ്രവാദത്തിന്റെ നാഡീ ഞരമ്പുകൾ നമ്മൾ പിഴുതെടുത്തപ്പോൾ അതിൽ സാധാരണക്കാരുടെ രക്തം കൊണ്ട് മറുപടി പറയാനാണ് അവർ ശ്രമിച്ചത്. ജമ്മു കാശ്മീരിലെ 15 നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ അതിന് മറുപടി പറഞ്ഞത്. പിറ്റേ ദിവസം അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പാകിസ്ഥാന്റെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. തൃശൂർ പൂരം നടന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ആകാശങ്ങളിലാണെന്ന് പല അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള വസ്തുത. നമുക്ക് കാര്യമായ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ, ഒരു ആക്രമണമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം നഷ്ടങ്ങൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ചൈനയുടെ സഹായം ഉണ്ടായിരുന്നിട്ട് കൂടിയും പരമാവധി, നമ്മളാണെങ്കിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചില്ല, നമ്മൾ ഒരിക്കലും അവിടുത്തെ മിലിറ്ററിയെ, സൈന്യങ്ങളെയോ സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യം വെച്ചില്ല, സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചില്ല. നമ്മൾ ആദ്യം ലക്ഷ്യം വെച്ചത് അവിടുത്തെ ഭീകരവാദികളെയാണ്. എന്നാൽ അതിന് മറുപടി പറയാൻ ഇന്ത്യയുടെ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ കെൽപ്പില്ലാത്ത ഇവർ പോയത് ജമ്മു ആൻഡ് കാശ്മീരിലെ നിരപരാധികളായ ഗ്രാമീണരുടെ ജീവിതം കവർന്നുകൊണ്ടാണ്. അന്ന് ഇന്ത്യ പറഞ്ഞു, അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി തിരിച്ചടി ഉടൻ എന്ന്. പിറ്റേന്ന് തന്നെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ 2 സ്റ്റാർട്ട് ചെയ്തു. കൃത്യമായി പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഇൻസ്റ്റലേഷൻസ്, അന്ന് അവര് അവിടെ കൊണ്ട് പാകിസ്ഥാനിലെ മിലിറ്ററി ഇന്ത്യയിലെ 15 പേരുടെ ജീവൻ കവരുക മാത്രമല്ല ചെയ്തത്, അന്ന് രാത്രിയിൽ ഇന്ത്യയുടെ ഹൃദയഭാഗങ്ങളിൽ മിസൈലുകൾ വിന്യസിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആ തയ്യാറെടുപ്പുകളെ നിഷ്കരുണമില്ലാതാക്കിക്കൊണ്ട്, അവരുടെ എയർബോൺ സിസ്റ്റത്തെ പൂർണ്ണമായി തകർത്തുകൊണ്ട്, അവർ വ്യോമസേനയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ലോഞ്ചിങ് പാഡുകളായ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം വരെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട്, അവരുടെ മുഴുവൻ മിസൈലുകളും ആകാശത്ത് വെച്ച് നമ്മൾ ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് ഇല്ലാതാക്കിക്കൊണ്ട് പാകിസ്ഥാനെ നിലംപരിശാക്കിയിരിക്കുകയാണ് ഇന്ത്യ. എന്ത് ചെയ്യണമെന്നറിയാതെ, എവിടെ അവസാനിപ്പിക്കണമെന്നറിയാതെ പാകിസ്ഥാനിലെ MP-മാർ പാകിസ്ഥാൻ പാർലമെന്റിൽ നിന്ന് നിലവിളിക്കുന്ന ചിത്രം ഹൃദയഭേദകമായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. കാരണം അങ്ങേറ്റം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഭാരതത്തിന് മറ്റൊരു പോംവഴി ഇല്ലാതെയാണ് നമ്മൾ ഈ മാർഗം തെരഞ്ഞെടുത്തത്. ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുവാനോ ആ രാജ്യത്തെ നശിപ്പിക്കുവാനോ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല ഭാരതം എന്ന് പറയുന്നത്. നമ്മൾ ആണവായുധം ഉണ്ടാക്കുവാനുള്ള ശേഷി 1950-കളിൽ തന്നെ ആർജിച്ചിട്ട് പോലും അണവായുധം വേണ്ട എന്ന് പറഞ്ഞ് സ്വയം അതിൽ നിന്ന് വിട്ടുനിന്ന രാജ്യമാണ് ഭാരതം. 1974 വരെ നമ്മൾ അങ്ങനെ പോയി. പിന്നീട് പല സമ്മർദ്ദങ്ങളെ തുടർന്നാണ് നമ്മൾ ആദ്യത്തെ ആണവായുധം പരീക്ഷിക്കുകയും 1998-ൽ രണ്ടാമത്തെ ആണവ വിസ്ഫോടനത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴും നമ്മൾ പറഞ്ഞത് എന്താണ്? ദിസ് ഈസ് നോട്ട് ആൻ എക്സ്പ്ലോഷൻ. ഇതൊരിക്കലും ഒരു എക്സ്പ്ലോഷൻ അല്ല, ഇതൊരു ഇംപ്ലോഷൻ ആണ്. ഇത് സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടിയുള്ളതാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ ആദ്യം ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെ ആണവായുധം പ്രയോഗിക്കില്ല, അതുപോലെ തന്നെ ആണവായുധം കൈവശം വയ്ക്കാത്ത മറ്റൊരു രാജ്യത്തിനെതിരെ ഞങ്ങൾ പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞ രാജ്യമാണ് ഭാരതം. അങ്ങനെയുള്ള ഒരു ഭാരതം ഇപ്പോഴും നമ്മളെങ്ങും ആണവായുധം പ്രയോഗിക്കുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല നേതാക്കന്മാരും പാകിസ്ഥാനിൽ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 130 ആണവായുധങ്ങൾ വേറെ ആർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ വെച്ചിരിക്കുന്ന ആണവായുധങ്ങൾ
ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടി ഉള്ളതല്ല എന്ന് മറുപടി പറയുകയും ചെയ്തു. അപ്പൊ ആലോചിച്ചിരിക്കേണ്ടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ ആണവ യുദ്ധം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത്, പ്രത്യേകിച്ച് അസീം മുനീറിനെ പോലെയുള്ള തീവ്രവാദികൾ വിചാരിച്ചിരുന്നത്, ഉടൻ തന്നെ ചൈന സഹായത്തിനെത്തും, ഉടൻ തന്നെ ഇതര രാജ്യങ്ങളെത്തും, ഇന്ത്യ അന്തർദേശീയ സമ്മർദ്ദത്തിന് വിധേയമാക്കും, ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളെല്ലാം ആക്റ്റീവാക്കാം, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കൃത്യമായവരുടെ മിസൈൽ എത്തും, അതുകൊണ്ടൊക്കെ ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാം എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ, നമ്മൾ സാധാരണ പറയുന്നൊരു ചെല്ലുണ്ടോ, ഗ്രൗണ്ട് ഉണ്ടെങ്കിലല്ല കളിക്കാൻ പറ്റൂ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യോമയാന സംവിധാനം മുഴുവൻ തകർത്തു വെക്കുക. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമത്തിന് മുതിർന്നാൽ INS വിക്രാന്ത് നാവികസേന എന്തിനും തയ്യാറായി നിൽപ്പുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മാത്രമല്ല, ഒരൊറ്റ മിസൈൽ പോലും കൃത്യമായ ലക്ഷ്യത്തിലെത്തിക്കുവാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ള അതിഭീകരമായ നാണക്കേട് വേറെയും. ഇനി എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമ്മൾ ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ, ഒരു യുദ്ധവും അന്തിമമായി ആർക്കും വിജയം നൽകുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള തീവ്രവാദികൾ നിരന്തരം ഇന്ത്യയോട് പോരാടുമ്പോൾ ഇന്ത്യക്ക് വേറെ മാർഗമില്ല എന്നുള്ളതാണ്. തങ്ങളുടെ പൗരന്റെ സുരക്ഷയും സമാധാനവും ഒരു രാജ്യത്തിലെ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അസീം മുനീറിനെ പോലെയുള്ള തീവ്രവാദികളായ സൈനിക നേതാക്കളുടെ മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതല്ല ഇവ എന്ന് നാം മനസ്സിലാക്കണം. അവിടെ ബലൂജ് ആർമിയും ഒരു ഭാഗത്ത്, ബലൂജ് ലിബറേഷൻ ആർമി, അത് 2000-ൽ KGB ഉണ്ടാക്കിയതാണ്. അവിടെ ബലൂചിസ്ഥാൻ പ്രദേശത്ത് ഈ ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും ഒക്കെ ചേർന്ന് അവിടുത്തെ ധാതു നിക്ഷേപം ഭയങ്കരമായി ചൂഷണം ചെയ്തു കൊണ്ടുപോയപ്പോൾ അതിനെതിരെ ആ പ്രദേശത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി പറന്നിറങ്ങാൻ ശ്രമിച്ചവരാണ് ഈ ബലൂജ് ലിബറേഷൻ ആർമി. സമാധാനം എന്ന് ഞാൻ പറയുന്നത് അവരുടെ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിനവർ തെരഞ്ഞെടുത്ത മാർഗം എന്ന് പറയുന്നത് അക്രമത്തിന്റെ മാർഗമാണ്. അവർ തീർച്ചയായിട്ടും സൈന്യങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. ഇപ്പോഴും ഇന്ത്യക്കെതിരെ ഈ നിലപാട് പാകിസ്ഥാൻ എടുത്തിരിക്കുന്ന സമയത്ത് പോലും അവിടെയുള്ള 12 പട്ടാളക്കാരെ ട്രക്കിൽ പോകുമ്പോൾ അവർ വിദൂര നിയന്ത്രിത റിമോട്ട് ഉപയോഗിച്ച് നശിപ്പിച്ചു എന്നുള്ള വാർത്ത പാകിസ്ഥാൻ 9 പേര് മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ആ വീഡിയോയിൽ തന്നെ 12 പേര് വളരെ വ്യക്തമാണ് എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, നിരന്തരമായുള്ള ഈ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലൂടെയും ഗീർവാണങ്ങൾ മുഴക്കുന്നതിലൂടെയും ഒന്നും ഒരു രാജ്യത്തെ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് അസീം മുനീറിനെ പോലെയുള്ള തീവ്രവാദികൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇന്ത്യ കൊടുത്ത ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള ഇപ്പോഴുള്ള മറുപടികൾ ദഹിക്കുവാൻ പാകിസ്ഥാന് നല്ല സമയമെടുക്കും. ഇനി ഇദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് വരുന്ന ഭരണാധികാരികൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചാൽ പാകിസ്ഥാന് നല്ലതാണ്, അതുവഴി അവിടുത്തെ ജനതയ്ക്കും നല്ലതാണ് എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുവാനുള്ളൂ.